RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ ഇന്ന് പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനത്തെ സർസംഘചാലക് അഭിസംബോധന ചെയ്യും. പരിഷത്തിലേക്ക് 1 ലക്ഷത്തിലധികം പേരെത്തുമെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. ഏറ്റവും വലിയ ഹിന്ദുമത മഹാസമ്മേളനം നൂറ്റാണ്ട് പൂർത്തിയാക്കിയ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക് മഹാപരിഷത്തിലേക്ക് എത്തുന്നത് ചരിത്ര നിയോഗം. ഉച്ചയ്ക്ക് 12 മണിയോടെ കൊച്ചിയിൽ നിന്നും റോഡ് മാർഗം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പന്തളത്തെത്തും. പന്തളത്ത് സ്വയംസേവകന്റെ വസതിയിൽ വിശ്രമം. 3:20 പന്തളത്ത് നിന്നും റോഡ് മാർഗം ചെറുകോൽപ്പുഴയിൽ അദ്ദേഹം എത്തും. വാദ്യമേളങ്ങളുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയിൽ സർസംഘചാലകനെ വേദിയിലേക്ക് സ്വീകരിക്കും. 4 മണിക്ക് അദ്ദേഹം വേദിയിലെത്തും. 4:30 ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഹിന്ദു ഏകതാ സമ്മേളനത്തെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അഭിസംബോധന ചെയ്യും. 6 മണി വരെയാണ് അദ്ദേഹം പരിഷത്ത് വേദിയിലുണ്ടാവുക. സർസംഘചാലക് പങ്കെടുക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ കേരളത്തിലെ 158 ഹൈന്ദവ സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികളും സന്യാസ ശ്രേഷ്ഠരും പങ്കെടുക്കും. ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ ചടങ്ങിൽ അധ്യക്ഷനാകും. ശ്രീനാരായണ സ്മൃതിയുടെ ശതാബ്ദി പതിപ്പും സർസംഘചാലക് പ്രകാശനം ചെയ്യും. സുരക്ഷാ ചുമതലകളുമായി ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ് സമ്മേളന വേദി. സർസംഘചാലക് പങ്കെടുക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിന് മുന്നോടിയായി 1 മാസക്കാലം നീണ്ടുനിന്ന വിവിധ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കിയത്. 63 പഞ്ചായത്തുകളും 5 നഗരസഭകളും കേന്ദ്രീകരിച്ച് പമ്പ ആരതി, നദീപൂജകൾ, വൃക്ഷത്തൈ വിതരണം, ഹിന്ദു നേതൃയോഗങ്ങൾ തുടങ്ങിയ ചടങ്ങുകൾ പൂർത്തിയാക്കി ഇനി സർസംഘചാലകന്റെ മഹത്തായ വാക്കുകൾക്ക് കാതോർക്കുകയാണ് പമ്പാ തീരം. ജനം, പത്തനംതിട്ട.